ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഭഗവാനെ, എല്ലാം ഒന്ന് നേരെയാക്കി തരണേ. ഈ കുടുംബത്തിന് അച്ഛൻ ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്, അത് കേടാതെ നോക്കണേ. എന്നിട്ട് അമ്മയ്ക്ക് രാധിക മോളെ കുറ്റപ്പെടുത്താൻ തോന്നുന്നുണ്ടല്ലോ, അത് സമ്മതിച്ചു തന്നേ പറ്റൂ. അച്ഛൻ എന്നോട് മിണ്ടില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട് കോടതി വെറുതെ വിട്ടൊരു മോളോട് അച്ഛൻ എന്താ ക്ഷമിക്കാൻ പറ്റാത്ത? അതോ ഈ സംഭവത്തോടെ എന്നെ ഒഴിവാക്കണമെന്ന് അച്ഛൻ ആരെങ്കിലും ഉപദേശിച്ചോ? അയ്യോ, നീ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ. കോടതി പറഞ്ഞ പോലെ നീ നിരപരാധിയാണല്ലോ. എങ്കിൽ എനിക്കതൊന്ന് അറിയണം. കൃഷ്ണ ഭഗവാനെ തൊട്ട് നീ സത്യം പറ. പറഞ്ഞു മനസ്സിലായില്ലേ? തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഭഗവാനെ തൊട്ട് നീ സത്യം ചെയ്യണം. ചെയ്തത് ഞാന്. കേട്ടില്ലേ ചോദേ? അമ്മ കേട്ടില്ലേ? ഇവള് ഈ നിൽക്കുന്നവള് സ്വന്തം ചേച്ചിയെ കൊല്ലാൻ അന്യർക്ക് പണം കൊടുത്ത് ഏൽപ്പിച്ചവളാ. ഇതിലും കേമിയായ ഒരു മകളെ വേറെ എവിടെയെങ്കിലും കിട്ടാണ്ടോ? ഇനി പറ, എന്തിനാ നീ എന്റെ മോളെ കൊല്ലാൻ നോക്കിയത്? എന്ത് ദ്രോഹ അവള് നിനക്ക് ചെയ്തത്? ചേച്ചി എനിക്ക് പകരം സിനിമയിൽ അഭിനയിച്ചത് എനിക്കിഷ്ടമായില്ല. ചേച്ചിയോട് കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അതിന്ന് ഒഴിവാകണമെന്ന്. ആ ദേഷ്യം എന്നിൽ വളർന്നു. ചേച്ചിക്ക് എന്നേക്കാൾ കൂടുതൽ പരിഗണന കിട്ടുന്നു കണ്ടപ്പോ എനിക്ക് വൈരാഗ്യമായി. അങ്ങനെ ചെയ്തു പോയി. മതി, കൂടപ്പുറപ്പിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കൂടപ്പുറപ്പിന് യോഗ്യത കൂടിപ്പോയി എന്ന് പറഞ്ഞ് വൈരാഗ്യം തോന്നിയ ഒരേ ഒരുത്തി നീയാ. ഇങ്ങോട്ട് നടക്ക. അമ്മേ, നീ എന്താടി കാണിച്ചു കൂട്ടിയേ? സത്യം ഇതായിരുന്നിട്ട് കൂടി മറ്റെല്ലാവരും കൈ ഒഴിഞ്ഞിട്ടും ഇവളല്ലേടി നിനക്ക് വേണ്ടി കോടതിയിൽ വന്നത്? ഇവളുടെ ഒരേ ഒരു മൊഴിയിലല്ലേ നീ രക്ഷപ്പെട്ടത്? ഈ പാവം നീ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും? എടി, അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണെന്ന് അവള് പറഞ്ഞല്ലോ. അമ്മേ, പെരുവഴിയിൽ കിടക്കുന്ന കല്ലിന് പോലും കാലങ്ങൾ കൊണ്ട് മാറ്റം ഉണ്ടാവും. പക്ഷെ അമ്മയിൽ ഒരു മാറ്റം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെയാ അമ്മ ഇത് സാധിക്കുന്നത്? അമ്മയ്ക്ക് ഇവിടെ ഇനിയും ന്യായീകരിക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തൊരു വൃത്തികെട്ട മനസ്സാ അമ്മയുടേത്. അമ്മയുടെ പ്രശ്നം ഞാൻ എന്റെ രാധികമോളെ സ്നേഹിക്കുന്നുണ്ടല്ലേ. പ്രിയങ്കയേക്കാൾ സ്നേഹം എനിക്ക് ഇവളോടുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടല്ലേ. എന്നാ കേട്ടോ, ഇവളാ ദേവനാരായണൻ തിരുമേനിയുടെ അന്തസ്സുള്ള മകള്. ഇവളെ ഓർത്താ ഞാൻ അഭിമാനിക്കുന്നത്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയ ഇവള് തന്നെയാ. വേറെ ആരോ പ്രസവിച്ചതാ ഇവളെ. ഏതോ ഭാഗ്യവതിയായ അമ്മ. പക്ഷെ വളർത്താൻ എനിക്കായിരുന്നു യോഗം.
ദേവേട്ടൻ പറഞ്ഞത് തന്നെ അമ്മ എനിക്കും പറയാനുള്ളത്. എന്റെ വയറ്റിൽ കുരുത്ത ഇവളേക്കാൾ 1000 ഇരട്ടി ഞാൻ സ്നേഹിക്കുന്നത് രാധിക മോളെ തന്നെയാ. അമ്മ അവളൊരു തെറ്റ് ചെയ്തെങ്കിൽ അത് എന്നോടല്ലേ? കുഞ്ഞുനാളില് അവൾ എത്രയോ തെറ്റുകൾ ചെയ്തിരിക്കുന്നു. അവളെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അച്ഛനും അമ്മയും വരുമ്പോ അവള് പറയില്ലേ ചേച്ചി ചെയ്തെന്ന്? പഠിക്കാനുള്ള പുസ്തകം കയറി വെച്ചിട്ട് എനിക്കെതിരെ വിരൽ ചൂണ്ടില്ലേ? അതുപോലെ ഒരു തവണ കൂടി അവൾക്ക് മാപ്പ് കൊടുത്തൂടെ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനി അവളുടെ മനസ്സ് മാറില്ലെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അത് തെറ്റാ. അവളുടെ മനസ്സ് മാറും. അച്ഛ, അവൾ ഇതൊക്കെ ഓർത്ത് വേദനിക്കും. അച്ഛനും അമ്മയും നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത്. അവരുടെ ഉള്ളിൽ നീയുണ്ട്. അവരെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. രണ്ടാളും നിന്നോട് ക്ഷമിച്ചോളാം. നീ ചെല്ല്. ഭഗവാനെ, എല്ലാം ഒന്ന് നേരാക്കി തരണേ. ഈ കുടുംബത്തിന് അച്ഛൻ ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്. അത് കെടാതെ നോക്കണേ.